ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നാം 19-ാമത്തെ സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യത്തിൽ കാണാം. അങ്ങനെ പറയുന്നു, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയാനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും എന്ന് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ ദാവീദ് രാജാവ് ദൈവത്തോട് പറയുകയാണ്, എന്നെ പാപത്തിന്, സ്വമേധ പാപത്തിന് എന്നെ വിടുവിച്ച് കാക്കണമേ എന്ന്. സ്വമേധ പാപമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് തെറ്റാണ് എന്നറിയാം, അറിഞ്ഞിട്ടും നാം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം. അപ്പോൾ എന്നെ മാറ്റി പാർപ്പിക്കണം, അതിൽ നിന്ന് ഞാൻ വിഴന്നു പോകാതിരിപ്പാൻ എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ കുറ്റരഹിതനും മഹാപാതകരഹിതനുമായിട്ട് ഞാൻ മാറും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കൾ, നാം ജോസഫിൻ്റെ ജീവിതത്തിൽ തന്നെ നോക്കുമ്പോൾ, കൊച്ചു പ്രായത്തിൽ തന്നെ ജോസഫ് വീട്ടിൽ നിന്ന് കടത്തപ്പെട്ടു. അങ്ങനെ വളരെ കഷ്ടത്തിൻ്റെ ഒടുവിലാണ് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു ജോലി കിട്ടി അവിടെ ജോസഫ് പോകുന്നത്. അപ്പോൾ അവിടെ ജോസഫ് പോകുമ്പോൾ അവിടെ ജോസഫിന് കാത്തിരുന്നത് വലിയ ഒരു പരീക്ഷയാണ് കാത്തിരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ജോസഫിൻ്റെ ഒരു ഫറവോൻ്റെ രാജാവിൻ്റെ ഫറവോത്തി വന്നിട്ട് ഇവൻ്റെ ആ ഒരു ശരീര സൗന്ദര്യം കണ്ടിട്ട് തന്നോട് പാപം ചെയ്യുവാനായിട്ട് അവനെ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുവാൻ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് വിളിച്ചത്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിലും കൊട്ടാരത്തിൽ ആരും അറിയത്തില്ലായിരുന്നു, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ദൈവഭയമുള്ള ജോസഫ് തനിച്ചിരുന്നിട്ടും സ്വമേധ വന്ന ആ പാപം ചെയ്യാതെ വണ്ണം തന്നെ കാത്ത് രക്ഷിപ്പാൻ കരുതി തൻ്റെ വസ്ത്രത്തിനെ പോലും അവിടെ കളഞ്ഞിട്ട് ഓടിയത് നമുക്കറിയാം. പക്ഷെ ആ കളഞ്ഞതിൻ്റെ പ്രതിഫലം ജോസഫിന് കാത്തിരുന്നത് നന്മയല്ല, തിന്മയായ ഒരു അനുഭവമാണ്, ജയിൽവാസമാണ് കാത്തിരുന്നത്. എങ്കിലും ഇട്ടിട്ട് ഓടി. അതേപോലെ തന്നെ പ്രിയ മക്കളെ, നമുക്ക് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ കൈക്കൂലി വാങ്ങാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു കള്ളം പറഞ്ഞതിനെ നമുക്കറിയാം, അവർ ചെയ്ത കുറ്റം അറിയാം, എന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ട്, അങ്ങനെ ആ ഒരു ഇതിലൊക്കെ നാം മാറി നിന്നതുകൊണ്ട് നമുക്ക് നേരെ വന്ന പഴികൾ, ദുഷികൾ, നിന്ദകൾ, നമുക്ക് വന്ന പോരാട്ടങ്ങളെ നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് നാം കാത്ത് രക്ഷിക്കണമെന്ന് വചനം പറയുന്നു. അതേപോലെ തന്നെ പ്രിയ ദൈവമക്കളെ, നമുക്ക് മുമ്പേ നമ്മൾ മാംസത്തിലിരിക്കുമ്പോൾ പലവിധ പാപങ്ങൾ നാം തനിച്ചിരിക്കുമ്പോഴായാലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴായാലും നമുക്ക് നേരെ വരുമ്പോൾ നാം അതിനെയൊക്കെ ഈ യോസേപ്പിനെ പോലെ നാം തള്ളിക്കളഞ്ഞിട്ട് ഓടുവാനും ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുവാനും പ്രാപ്തരായി മാറണം. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പൈശാചികൻ പലവിധമായ മോഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ബലം നമുക്ക് തന്നെ കിട്ടുമോ എന്ന് കേട്ടാൽ ഇല്ല. പക്ഷെ നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ ഒരു കൃപ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പാപത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയും അതേപോലെ തന്നെ സ്വമേധ പാപത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയും അതിന് നിമിത്തം മഹാപാതകരഹിതൻ ആകുകയും ചെയ്യുമല്ലോ എന്ന്. മഹാപാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ നരക ജീവിതത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവ പൈതൽ, അങ്ങനെ ഒരു നല്ലൊരു ജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. അതൊരു കൊച്ചു കുട്ടിയായാലും യൗവനക്കാരായാലും വയസ്സ് ചെന്നവരായാലും ആരായാലും കർത്താവെ, തങ്ങളുടെ ജീവിതത്തെ കർത്താവെ അങ്ങയിൽ സമർപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ കരങ്ങൾ തന്ന് കർത്താവെ, സ്വമേധ പാവങ്ങൾക്ക് ദൈവമേ വിട്ടോടി നിനക്ക് വേണ്ടി കാത്തിരിപ്പാനും നിൻ്റെ രാജ്യത്തിൽ വരുന്നത് വരെയും നിൻ്റെ മക്കളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ അന്ധകാര ശക്തികളിൽ നിന്നും ജയം പ്രാപിച്ച് ജീവിപ്പാനുള്ളൊരു കൃപ കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.